അച്ഛൻ, അമ്മ, കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു സാധാരണ അണുകുടുംബം, ഒരു ന്യൂക്ലിയർ ഫാമിലിയെ സംബന്ധിച്ച് ഒരാൾ സമ്പാദിക്കുന്നതും ഡ്യുവൽ ഇൻകം ഉള്ളതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ആൾ മാത്രം സമ്പാദിക്കുന്ന സമയത്ത് അവിടെ ആ ആളുടെ ജോലി പോവുകയെ അല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടം വരെ പണിയെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരികയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഫാമിലി ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് വഴുതി വീഴുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. രണ്ടുപേരും സമ്പാദിക്കുന്ന സമയത്ത് ആ ഫാമിലിക്ക് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുന്നു, ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ മക്കളുടെ പഠിപ്പായാലും മുന്നോട്ടുള്ള അവരുടെ എല്ലാ ഫിനാൻഷ്യൽ ഗോൾസും അച്ചീവ് ചെയ്യാൻ തീർച്ചയായിട്ടും അവർക്കത് സഹായം ആവുന്നുണ്ട്. ഈ വിഷയത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിച്ച് പുറത്ത് വരുമ്പോൾ തന്നെ ഒരു ജോലിയിൽ കയറിയാൽ അത് വളരെയധികം ഉപകാരപ്പെടും. പല ആളുകൾക്കും തെറ്റ് പറ്റുന്നത് എവിടെ അറിയോ, ഇനീഷ്യലി കുറെ നാൾ ജോലി എടുക്കാതെ ഒരു 30കളിൽ കയറിയിട്ട് ഒരു ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ജോലി കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ചെറുതോ വലുതോ എന്നുള്ളതല്ല അവിടെ വിഷയം. കുടുംബത്തില് രണ്ടുപേരും സമ്പാദിച്ചാൽ എന്ത് തന്നെ ആയാലും ആ കുടുംബത്തിന്റെ ഒരു ഫിനാൻഷ്യൽ വെൽനെസ് തീർച്ചയായിട്ടും ബെറ്റർ ആയിരിക്കും.